ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്കൊരു അച്ചാർ ഉണ്ടാക്കി നോക്കിയാലോ. എന്ത് അച്ചാറെന്നായിരിക്കും അല്ലേ? വൈറ്റ് ക്യാരറ്റ് അച്ചാർ, അല്ലെങ്കിൽ നമുക്ക് റാഡിഷ് എന്ന് പറയാം. കാരണം എൻ്റെ കൂട്ടുകാർ ഈ ഷോർട്സ് കണ്ടിട്ട് പറയുക, എടി അത് വൈറ്റ് ക്യാരറ്റ് അല്ല റാഡിഷ് അടിയുന്നു. അപ്പം ഞാൻ കുറേ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കി. ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഒരു സാധനം ഞാൻ മേടിക്കണത്. അപ്പോൾ ഇതുകൊണ്ട് തോരൻ ഉണ്ടാക്കാമല്ലോ എന്നുള്ളൊരു ഐഡിയയിലാണ് മേടിച്ചത്. പക്ഷേ കുറേ സെർച്ച് ചെയ്ത് നോക്കിയിട്ടും എനിക്ക് തോരൻ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ കിട്ടിയില്ല. അപ്പം ഞാൻ ഓർത്തു അച്ചാർ ഉണ്ടാക്കിയാൽ എങ്ങനെ ഉണ്ടായിരിക്കും, അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാനിത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ കുറച്ച് കായപ്പൊടിയൊക്കെ ഇട്ട് തിരുമ്മി നല്ല രീതിയിൽ വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് വിനാഗിരിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതെ, ശരിക്കും നിങ്ങൾ ഇതും വെച്ച് എന്താ ഉണ്ടാക്കുന്നതെന്ന് എനിക്കൊന്ന് പറഞ്ഞു തരണം കേട്ടോ. ഒരു ഐഡിയ ഇല്ല, അതുകൊണ്ടാണ് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞെടുക്കണം. പിന്നെ ഈ ഒരു പാനിലാണ് കേട്ടോ ഞാൻ അച്ചാർ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. അപ്പം കുറച്ച് കടുകും ഉലുവയും വറ്റൽമുളകും പിന്നെ നമ്മുടെ അരിഞ്ഞ് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. മൂപ്പിച്ചെടുത്ത് ഈ ഒരു പരുവാകുമ്പോഴത്തേക്ക് നമുക്ക് തിരുമ്മി വെച്ച റാഡിഷും കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒത്തിരി അങ്ങ് നന്നായിട്ട് വേവിക്കണ്ട, അത്യാവശ്യം ഒന്ന് വെന്തെടുത്താൽ മതി. ഒരു 5 to 10 minutes മതി. പിന്നെ നമുക്കിതിനകത്ത് ഡ്രൈ ആയി പോകുകയാണെങ്കിൽ കുറച്ച് വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പം നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്.